നമ്മളിപ്പോ കാണാൻ പോകുന്നത് മലയാള സിനിമയിലെ ഒരു ചരിത്ര ലൊക്കേഷനാണ്. സിനിമ കണ്ടിട്ടുള്ള ആർക്കും മറക്കാൻ വഴിയില്ലാത്ത ഒരിടമാണിത്. തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ജോർജ് കുട്ടി വരുണിന്റെ കാർ മുക്കിയ ആ പാറമട നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? തൊടുപുഴ ഇടുക്കി റൂട്ടിലെ ഒളമറ്റത്തുള്ള ഒരു പ്രശസ്തമായ ലൊക്കേഷനാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ പാറമട. IG ഗീതാപ്രഭാകരന്റെ മകൻ വരുൺ ഉപയോഗിച്ചിരുന്ന കാർ ആരും കാണാതെ ജോർജ് കുട്ടി ഓടിച്ചിറക്കിയത് ഇതേ വെള്ളത്തിലേക്കാണ്. സിനിമയിൽ ഇതൊരു നിർണായക ട്വിസ്റ്റായിരുന്നു കേട്ടോ. ദൃശ്യം സിനിമ റിലീസായ ശേഷം ഈ സ്ഥലം അറിയപ്പെടുന്നത് തന്നെ ജോർജ് കുട്ടിയുടെ പാറമട എന്നാണ്. സിനിമയിൽ കണ്ടതിനേക്കാൾ വലിയ രസമാണ് കേട്ടോ നേരിട്ട് കാണുമ്പോൾ. തൊടുപുഴയിൽ നിന്ന് മൂലമറ്റം റൂട്ടിൽ പോരുമ്പം ഒളമറ്റം എന്ന സ്ഥലത്ത് ഉറവപ്പാറ മലയുടെ അങ്ങേയറ്റത്താണ് ജോർജ് കുട്ടി വരുൺ ഉപയോഗിച്ചിരുന്ന കാറ് ആരും കാണാതെ കൊണ്ട് തള്ളി ഇറക്കി മുക്കിക്കളയുന്നത്. നല്ല രസമാണ് കേട്ടോ, നല്ല വൈബാണ് ഇവിടെ കാണാനായിട്ട്. ചുറ്റിനും വേലികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഭയങ്കര അപകടമാണ്, ശ്രദ്ധിച്ചു നടക്കണം. സമുദ്രനിരപ്പിൽ നിന്നും 500 അടി പൊക്കമുള്ള ഒരു മലയാണിത്. ആ മലയുടെ അടിയിലേക്കാണ് ഈ പാറമട പോയിരിക്കുന്നത്. ഈ ദൃശ്യം സിനിമ റിലീസായ ശേഷമാണ് ആളുകൾ ഇത് ഈ പാറമട അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇവിടെ കാണാനൊക്കെ വന്നു തുടങ്ങിയത്. അതിനുശേഷം ഇതൊരു വിജന പ്രദേശമായിരുന്നു, ആരും ഇങ്ങോട്ടൊന്നും വരാറില്ലായിരുന്നു. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഇതിനെ കണക്കാക്കാത്തത് കൊണ്ടായിരിക്കാം ഇവിടെ പ്രത്യേകിച്ച് സെക്യൂരിറ്റികളോ സുരക്ഷാ വേലികളോ ഒന്നും ഇവിടെ ഇല്ല. പക്ഷെ നല്ല രസമാണ് ഇവിടെ ഒന്ന് കാണാനായിട്ട്. സിനിമയിൽ കാണുന്നതിനേക്കാളും ഒത്തിരി വ്യത്യാസം ഈ പാറമടയ്ക്ക് ഉണ്ട്. പാറമടയൊക്കെ നിർത്തിപ്പോയ ശേഷം അതിന്റെ ഉടമസ്ഥന് ഇവിടെ മത്സ്യകൃഷി നടത്തുകയാണ്. ഈ പാറമടയുടെ തൊട്ടടുത്തായിട്ടോ പ്രശസ്തമായ ഉറവപ്പാറമല, മലയാള പളനി എന്നൊക്കെയാണ് ഈ ഉറവപ്പാറമല അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ തൊടുപുഴ വഴി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഇടമാണിത്. സിനിമയിൽ ആ പഴയ ജോർജ് കുട്ടിയെ നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ഓർമ്മ വരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക.